2025 ജനുവരി 16 വ്യാഴാഴ്ച സെയ്ഫ് അലി ഖാന് കുത്തേറ്റുവെന്ന വാർത്ത പുറത്തേക്ക് വരുന്നു. മുംബൈയിലെ വസതിയിൽ വെച്ച് സെയ്ഫിന് കുത്തേറ്റു, അതിസാരമായ പരിക്കുകളോടുകൂടി ആശുപത്രിയിലെന്നായിരുന്നു വാർത്തകൾ വന്നത്. പെട്ടെന്ന് വന്ന വാർത്ത കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവിടെ നടന്ന കാര്യങ്ങൾ പുറംലോകത്തേക്ക് അറിഞ്ഞപ്പോൾ എല്ലാവരും ചോദ്യചിഹ്നത്തോടു കൂടി നോക്കുകയാണ് ചെയ്തത്. സെയ്ഫിന്റെ ഇളയ മകൻ ജെയിനെയും സഹായിയെയും സംരക്ഷിക്കുന്നതിനിടെയാണ് സെയ്ഫിനെ കുത്തേറ്റതെന്നായിരുന്നു വാർത്തകൾ വന്നത്. പ്രതിയെ 72 മണിക്കൂറിനുള്ളിൽ സാങ്കേതിക തെളിവുകളോടെ പോലീസ് പിടികൂടുകയും ചെയ്തു. മുംബൈ പോലീസ് പിടികൂടിയിട്ടും എല്ലാ വാർത്തകളും കൃത്യമായി പുറത്തു വന്നിട്ടും ഈ ഇൻസിഡന്റിനെ ആൾക്കാർ ചോദ്യചിഹ്നത്തോടെ വീണ്ടും കാണുന്നു. സാരമായി പരിക്കേറ്റ സെയ്ഫ് അലി ഖാൻ രാത്രി 2:30 ഒരു ഓട്ടോറിക്ഷയിൽ മകൻ തൈമൂറിനൊപ്പമാണ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. ഇത്രയും സാരമായി പരിക്കേറ്റിട്ടും എന്തുകൊണ്ട് സെയ്ഫ് അലി ഖാനെ സഹായിക്കാൻ അത്രയും വലിയ വീട്ടിൽ ആളുകൾ ഉണ്ടായില്ല എന്ന് എല്ലാവരും ചോദിക്കുന്നു. മാത്രമല്ല, സെയ്ഫിന്റെ പാർട്ട്ണറായ കരീന കപൂർ അവിടെ ഉണ്ടായിരുന്നുവെന്ന് കരീന തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കരീന അവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന ചോദ്യത്തിന് കരീന മറുപടി നൽകിയത് അവരുടെ ഇളയ മകൻ ജെയിനെ തട്ടിയെടുത്ത് പണം നേടാനായിരുന്നു പ്രതി ശ്രമിച്ചത്. അത് തടയുന്നതിനിടെയാണ് സെയ്ഫ് അലി ഖാൻ കുത്തേക്കുന്നത്. ഈ മുഴുവൻ സംഭവം കണ്ട കരീന ഷോക്കിലാവുകയും പ്രതികരിക്കാൻ സാധിക്കാതെ പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ആ ഷോക്കിൽ നിന്ന് മാറാൻ അവർക്ക് കുറച്ച് സമയമെടുത്തു. അതുകൊണ്ടാണ് സെയ്ഫിന്റെ കൂടെ ഹോസ്പിറ്റലിൽ പോലും പോകാൻ കഴിയാത്തതെന്ന് കരീന മൊഴി നൽകുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിനെ വരെ ഏത് സമയത്തും കാണാൻ കഴിയുന്ന ഒരു വലിയ ബോളിവുഡ് സ്റ്റാറാണ് സെയ്ഫ് അലി ഖാൻ. ഇങ്ങനെയുള്ള ഇത്ര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സെയ്ഫ് അലി ഖാനെ സംരക്ഷിക്കാനും സെയ്ഫ് അലി ഖാന് കൂടെ ആ രാത്രിയിൽ ഹോസ്പിറ്റലിൽ പോകാനും ചെറിയ മകനായ തൈമൂർ അല്ലാണ്ട് വേറെ ആരും ഇല്ലായിരുന്നോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നു. സെയ്ഫ് അലി ഖാൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് നടന്നു വരുന്ന രംഗങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ട് കമന്റുകൾ പറയുന്നത് ഇത്ര സാരമായി പരിക്കേറ്റ ഒരു വ്യക്തി വരുന്നത് പോലെയല്ല വന്നതെന്നായിരുന്നു. പൂർണ്ണ ആരോഗ്യവാനായി ഒന്നും സംഭവിക്കാത്ത, വളരെ മേജർ ശസ്ത്രക്രിയ ഒന്നും നടത്താത്ത ഒരാളെ പോലെയാണ് വന്നതെന്നായിരുന്നു. ഇങ്ങനെ പൂർണ്ണ ആരോഗ്യവാനായി നടന്നു വരുന്നത് കണ്ടിട്ട് കമൻറ്റുകൾ പിന്നെയും ചോദിക്കുന്നു, ശരിക്കും ഇങ്ങനെ ഒരു സംഭവം നടന്നിരുന്നോ? ഇത്രയും വലിയ പരിക്കേറ്റ ഒരു മനുഷ്യന് ഇങ്ങനെ നടന്നു വരാൻ പറ്റുമോ? എല്ലാം ഒരു നാടകമായിരുന്നോ? ചോദ്യങ്ങൾ പിന്നെയും ബാക്കിയാകുന്നു.